നമസ്കാരം. നമ്മുടെ രാജ്യം പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 100 ദിവസമായിരിക്കുന്നു. ഈ 100 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. രാജ്യം ഒട്ടനവധി നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അത് അസംബ്ലി തെരഞ്ഞെടുപ്പും പൊതു തെരഞ്ഞെടുപ്പും ഒരേപോലെ ഒരേ സമയത്താക്കണമെന്നുള്ള ഒരു അഭിപ്രായ സർവേയും മറ്റും നടക്കുകയുണ്ടായി. അതിന് പ്രകാരം കേന്ദ്ര സർക്കാർ അതിനെ പാസാക്കിയിരുന്നു. അത് പാർലമെന്റിലും മറ്റും വന്ന് അത് നിയമമായി മാറണം. അത് മാറിയാൽ മാത്രമേ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ രാഷ്ട്രം പോവുകയുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ നടക്കുന്നത് അസംബ്ലി സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. പ്രധാനമായും ജമ്മു ആൻഡ് കാശ്മീരിലാണ് 2014 ശേഷം ഇപ്പോഴാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ പ്രധാന പാർട്ടികളായി BJP ഉണ്ട്, നാഷണൽ കോൺഫറൻസ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. മുന്നണിയായി മത്സരിക്കുന്ന ഇന്ത്യ അലയൻസിന്റെ പ്രധാന കക്ഷികളുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായ മുഫ്തി മുഹമ്മദ് സയ്യിദിനെ പോലെയും ഗുലാം നബി ആസാദിനെ പോലെയുമുള്ള വ്യക്തികൾ അവിടെ മത്സരിക്കുന്നു. വലിയ ഒരു മിക്സപ്പായ ഒരു സിറ്റുവേഷനാണ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത്. ഒരു കേന്ദ്ര ഭരണ പ്രദേശത്ത് നിന്നും ഇപ്പോൾ ഒരു സംസ്ഥാന തലത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. മറിച്ച് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ രണ്ട് പാർട്ടികൾ രണ്ട് മുന്നണികളിൽ തമ്മിലുള്ള സ്ട്രെയിറ്റ് ഫൈറ്റാണ്. ഒന്ന് BJP നയിക്കുന്ന NDAയും മറ്റത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ അലയൻസും തമ്മിലുള്ള സ്ട്രെയിറ്റ് ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ പ്രചരണങ്ങൾ അങ്ങനെ കടുത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വേളയിൽ നമുക്ക് ഇവിടെ പ്രതിപാദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കത്വയിൽ വെച്ച് ജമ്മു ആൻഡ് കാശ്മീരിലെ കത്വയിൽ വെച്ചിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ വേളയിൽ അദ്ദേഹം ഒന്ന് തളർന്ന് വീഴുകയുണ്ടായി. ആ തളർന്ന് വീഴുന്നതിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ടായിരുന്ന ഒരു അവസ്ഥ. ഇത് ഒന്ന് രണ്ട് തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ആവർത്തിക്കുന്നു. അദ്ദേഹം അനാരോഗ്യമായ ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹം അതിന് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അതിൽ നിന്നും റിക്കവർ ചെയ്തു. അദ്ദേഹം തളർന്നു വീണ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷേ എന്നാൽ തന്നെയും അദ്ദേഹം ഒന്ന് റിക്കവറായി, ഒന്ന് തിരിച്ച് ആരോഗ്യത്തിലേക്ക് വന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞത് "ഐ വിൽ സ്റ്റേ അലൈവ് ടിൽ PM മോദി ഈസ് റിമൂവ്ഡ് ഫ്രം പവർ" എന്നാണ്. നമുക്കൊരു വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയമാണ്. ടിൽ അദ്ദേഹത്തിന്റെ പേഴ്സണലായ ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന ഈ അവസ്ഥ, അല്ലെങ്കിൽ ആ അവസരത്തിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇത്ര ശക്തമായ രീതിയിൽ വളരെ താഴ്ന്ന രീതിയിൽ അത് അമിത്ഷാ വേറൊരു യോഗത്തിൽ ഹരിയാനയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ മോശമായ രീതിയിൽ തന്നെ ഈ വ്യക്തിപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയ വിരോധം കയറ്റിവിടുന്നത് എത്രത്തോളം അഭികാമ്യമാണ് നമ്മുടെ രാഷ്ട്രീയ തലത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും മല്ലികാർജുൻ ഖാർഗെ പോലെയുള്ള വളരെ സീനിയറായ ഒരു വ്യക്തി പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരിക്കലും വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇന്ത്യ എന്ന രാജ്യത്തിന് അതെങ്ങനെ ഗുണകരമാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആശയങ്ങളും അവർ മുന്നോട്ട് വയ്ക്കാറുണ്ട്. ആശയങ്ങളുടെ പേരിലും അഭിപ്രായങ്ങളുടെ പേരിലുമാണ് അവർ വോട്ട് ചോദിക്കുന്നത്, അല്ലാതെ വ്യക്തിപരമായ എതിർപ്പിന്റെ പേരിലല്ല. പക്ഷേ ഖാർഗെ മുന്നോട്ട് വയ്ക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അദ്ദേഹം തീർച്ചയായും "അൺടിൽ മോദി ഈസ് റിമൂവ്ഡ്", ഞാൻ മരിക്കില്ല എന്നാണ് പറയുന്നത്. മോദി അധികാരത്തിൽ നിന്നും മാറുന്നതിന് മുമ്പ് തൻ്റെ ജീവൻ വെടിയില്ല എന്നാണ് മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ പ്രസിഡന്റ്, പറയുന്നത്. അത് തികച്ചും വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ തന്നെയാണ്. അദ്ദേഹത്തിന് അത് പറയാതിരിക്കാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മോദി നേരിട്ട് വിളിച്ച് തന്നെ അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ച ഒരു അവസ്ഥയിൽ കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും വളരെയധികം ഒരു തരം താഴ്ന്ന രീതിയിലേക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പോക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള രാഷ്ട്രീയം രാജ്യത്തിന് അഭികാമ്യമാകുമോ എന്ന് നമ്മുടെ പ്രേക്ഷകർ തന്നെ ചിന്തിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.